ഹായ് മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. എല്ലാ മക്കൾക്കും എജുപോർട്ടിന്റെ ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എക്സാം 2-3 ദിവസമൊക്കെ മുന്നിലുണ്ടായിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പ്ലനേഷൻ അല്ല നിങ്ങൾ ചോദിക്കുന്ന ചാപ്റ്ററിന്റെ സാറേ ഷുവർ ക്വസ്റ്റ്യൻ അതങ്ങോട്ട് കിട്ടിയാൽ മതി, ചോദിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തന്ന് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു നല്ല മാർക്കിലേക്ക് എത്തിച്ചു കൊണ്ടാന്നുള്ള രീതിയിലായിരിക്കും അല്ലേ. ഞാനും പണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു. പണ്ട് എന്നല്ല, ഇപ്പോഴും ഏത് എക്സാമിന് പോകുകയാണെങ്കിലും ഷുവറായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിരുന്നെങ്കിൽ ഞാനും ആഗ്രഹിച്ചു പോകാറുണ്ട്. എന്നാൽ നിങ്ങൾക്കും അത് തന്നെയാണ് തരുന്നത് മക്കളെ. 11ാമത്തെ ചാപ്റ്ററിലും 12ാമത്തെ ചാപ്റ്ററിലും റിബൽസ് ആൻഡ് രാജ്യം, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി എന്നുള്ള ചാപ്റ്ററിൽ നിന്നും നമ്മൾ ഷുവറായിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഓവർ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നൈറ്റ് ലൈവിലും അതുപോലെ തന്നെ റോക്കറ്റ് റിവിഷനിലൊക്കെ ആയിട്ട് മക്കൾക്ക് തരും. പക്ഷേ ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കൾ. ഇത് മാത്രം പഠിച്ചു പോകരുത്. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത്ര കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടും. പക്ഷെ നമുക്ക് അതല്ലല്ലോ വേണ്ടത്. നമുക്ക് ഒരു മടിയും കൂടാതെ അല്ലേ ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ സീറ്റ് ഇങ്ങനെ കയ്യിൽ തരണം പെട്ടെന്ന് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ. അതല്ലേ നമ്മുടെ ആവശ്യം, അല്ലെങ്കിൽ A+കളല്ലേ നമ്മുടെ ആവശ്യം, അതിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ലൈവിലേക്ക് വരുന്ന മക്കളെ നോക്കാം. മക്കളെ, റിബൽസ് ആൻഡ് രാജ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ദ റിവോൾട്ട് ഓഫ് 1857 വാസ് പെർട്ടിക്കുലർലി വൈഡ് സ്പ്രെഡ് ഇൻ അവധ്. അനലൈസ് ദി റീസൺ. എടാ, മീററ്റിലാണ് സംഭവം ഏത് 1857 റിവോൾട്ട് വന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും എന്തുകൊണ്ടാണ് അവധിലാണ് ഇത് മെയിനായിട്ട് സ്പ്രെഡ് ചെയ്ത്, അതിന്റെ കാരണങ്ങൾ വിശകലനം ചെയ്യുന്നത്. അപ്പം മക്കൾ എക്സ്പ്ലനേഷനൊക്കെ മക്കൾ പഠിച്ചൊക്കെ നമ്മുടെ ലൈവിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ തന്നെ. അപ്പോൾ നോക്കിയാൽ മതി മക്കളെ. ഒന്നാമത്തെ സബ്സിഡിയറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ. അതറിയാലോ, അവധ് പിടിച്ചടക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ബ്രിട്ടീഷർക്ക്. അതുപോലെ തന്നെ അനക്സേഷൻ ഓഫ് അവധ് പിടിച്ചടക്കി ഏതിന്റെ ഭാഗമായിട്ട്, സബ്സിഡിയറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥയിലൂടെ നമ്മുടെ അവധ് പിടിച്ചടക്കി ചെയ്ത്. അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ നാട് കടത്തിയിരുന്നു. ആരെയാണ് നാട് കടത്തിയത്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നവാബ് വാജിദ് അലി ഷാ. അവരുടെ കണ്ണിലുണ്ണിയായിരുന്നു, ഈ അവധിന്റെ ആളുകളുടെ കണ്ണിലുണ്ണി അല്ലെങ്കിൽ നേതാവായിരുന്നു ആരെന്ന് പറയുന്നത് നവാബ് വാജിദ് അലി ഷാ. അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഡിസ്പ്ലേസ് ചെയ്തു. ഞാൻ അദ്ദേഹത്തിന് കീഴിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് താലൂക്ക്ദാർ. ആ താലൂക്ക്ദാറിനെ എന്ത് ചെയ്തു? ഇവിടെ വന്നു. അതുകൊണ്ടാണ് അവധിൽ എന്തായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, അവധിലാണ് ഈ കൃഷിന്റെ കാര്യത്തിൽ ഭയങ്കര നമ്മൾ പറയാല്ലേ, അടിപൊളി മണ്ണാണ്. അതിൽ ഫെർട്ടൈൽ സോയിലായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ കൃഷിക്ക് പറ്റിയ അടിപൊളി പരുത്തി കൃഷിക്കൊക്കെ പറ്റിയ മണ്ണാണ് ഏത്, ഈ അവധ് എന്നൊക്കെ പറയുന്നത്. അതും അവർ പിടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ പ്രയാസമല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കേണ്ടത്. ഒന്ന് ഇമേജിനറീസ് അല്ലേ, ഇമേജസ് റിലേറ്റഡ് ടു ദി റിവോൾട്ട്. 1857 കലാപവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളെ കുറിച്ച് ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. മക്കളെ, 2 രീതിയിലുള്ള ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ 2 രീതിയിലുള്ള ചിത്രങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഒന്ന് ദ വെസ്റ്റേൺ ഇമേജിനറീസ്, പാശ്ചാത്യ ചിത്രീകരണം. 2 ദ നാഷണലിസ്റ്റ് ഇമേജിനറീസ്, ദേശീയ ചിത്രീകരണം. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. പാശ്ചാത്യ ചിത്രീകരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആൾക്കാർ ബ്രിട്ടീഷുകാരെ നല്ലതാക്കിയാണ് കുറച്ച് ചിത്രങ്ങളൊന്നും ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിഷ്ഡ് തോമസ് ജോൺ ബാർക്കർ വരച്ച റിലീഫ് ഓഫ് ലക്നൗ അല്ലെ. തോമസ് ബാർക്കർ വരച്ച റിലീഫ് ഓഫ് ലക്നൗ അത് അതിനൊരു എക്സാമ്പിളാണ്. ജോസഫ് നോയൽ പാറ്റൺ വരച്ച മെമ്മോറിയം. ഇതൊക്കെ അവരുടെ കുറച്ച് ചിത്രങ്ങളാണ്. മിസ് വീലറുടെ പെയിന്റിങ്, മിസ് വീലർ തന്നെയാണ് അതിന്റെ പെയിന്റിങ്ങിന്റെ പേര്. അത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാഷണൽസ്, നമ്മുടെ കാര്യങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റാണി ഝാൻസി, താന്തിയ തോപ്പി തുടങ്ങിയ നിരവധി രാജ്യസ്നേഹികളുടെ സംഭാവനകൾ ഉയർത്തിക്കാട്ടുന്ന നിരവധി പുസ്തകങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഇറക്കിയിരുന്നു. പിന്നെ സുഭദ്രകുമാരി ചൗഹാനും അവളുടെ കവിത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ? അവളുടെ നല്ല കേട്ടോ, അതിന്റെ അദ്ദേഹത്തിന്റെ കവിതയും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഓക്കെ, ഇനി വാട്ട് ആർ ദ മേജർ റീസൺ ഫോർ ദി 1857 റിവോൾട്ട്? മക്കളെ, 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഷുവറായിട്ട് ചോദിക്കുന്ന. വാട്ട് ആർ ദ മേജർ റീസൺ ഫോർ 1857 റിവോൾട്ട്? മക്കളെ, 1857 റിവോൾട്ടിന്റെ മേജർ റീസൺ എന്തായിരുന്നു? ഒന്നിലൂടെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒന്ന് പുതിയ ഇനം തോക്കിറക്കി അല്ലെ. തോക്കിൽ എന്താണ് സംഭവിച്ചത്? പിഗിന്റെയും അതുപോലെ തന്നെ കൗവിന്റെയും പശുവിന്റെയും പന്നിയുടെയും നെയ്യ് പുരട്ടിയ കാട്രിഡ്ജ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു തിരയായിരുന്നു അവർ അതിലുപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ മതത്തെ വ്രണപ്പെടുത്തുന്ന സംഭവമാണ്. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു. രണ്ടാമത്താണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കോമൺ പീപ്പിൾ. സാധാരണക്കാർ അവൻ എന്ത് ചെയ്യുന്നു? നന്നായി എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ മുഴുവൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു, ക്രിസ്ത്യാനികളാക്കുമെന്നുള്ള ഒരു റൂമർ വരുന്നിരുന്നു. അതുപോലെ തന്നെ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് വെച്ചാൽ, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ ദത്താവകാശ നിരോധന നിയമം എന്ന് പറയും. ആദ്യകാലങ്ങളിൽ ഇപ്പോൾ നമുക്ക് രാജാക്കന്മാർക്ക്, എനിക്കിപ്പോൾ മകനില്ലെങ്കിൽ എൻ്റെ രാജ്യം, എനിക്ക് മകനില്ലെങ്കിൽ ഞാൻ ഒരാളെ എന്തായിരിക്കും ദത്തെടുക്കും, എന്നിട്ട് അവർക്കാണ് എൻ്റെ സ്വത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ രാജ്യം കൊടുക്കുക. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ പറഞ്ഞു, ഇനി അതെന്ത് ചെയ്യണ്ട, വേണ്ട, മക്കളില്ലാത്തവർ ദത്തൊന്നും എടുക്കണ്ട, ആ ഭാഗം ആർക്ക് കൊടുക്കണം? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അതാണ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആ ഒരു ചാപ്റ്ററിൽ ഷുവർ ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ്. ഇനി മഹാത്മാഗാന്ധി ആൻഡ് മൂവ്മെന്റ്സ് 12ാമത്തെ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ചോദിക്കുക?
എടാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ് എ പ്രതീക്ഷിക്കാം അങ്ങനെ തന്നെ ഞാൻ പറയാം. എസ് എ പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മൂന്നെണ്ണത്തിനെ പറ്റിയിട്ട്. ഏർലി സ്ട്രഗിൾസ്, ആദ്യകാല സമരങ്ങളിൽ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ദ സാൾട്ട് സത്യാഗ്രഹം. ഇത് മൂന്നെണ്ണത്തിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളെ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചിട്ടില്ലേ, അതുപോലെ ഇനിയും ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഫസ്റ്റ് ക്യാമ്പയിന് 3 ലോക്കൽ ഏർലി സ്ട്രഗിൾ ഏതൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ നമുക്കറിയാം അല്ലേ? ഏതൊക്കെയായിരുന്നു? ഒന്ന് ചമ്പാരനിലെ സമരങ്ങൾ അല്ലേ, ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം, പിന്നെ അതുപോലെ തന്നെ അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം, പിന്നെ അല്ലേ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാനുള്ള. ഒന്ന് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം, അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സ്ട്രൈക്ക്, പിന്നെ അതുപോലെ തന്നെ കേഡയിലെ പെസന്റ് സ്ട്രൈക്ക്, കേഡയിലെ കർഷക സമരം. ഇതൊക്കെ എന്താണ് ഗാന്ധിജി നടത്തിയ ആദ്യകാല സമരങ്ങളായിരുന്നു. പിന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നമുക്കറിയാം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എങ്ങനെയാണ് വന്നത്? റൗലറ്റ് ആക്ട് എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. ആര് കൊണ്ടുവന്നതാണ്? 1919 വന്ന ഒരു നിയമമായിരുന്നു റൗലറ്റ് ആക്ട്. അത് കൊണ്ടുവന്ന ആളുടെ പേര് നിങ്ങൾ ഇതിൽ എഴുതണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഓർത്തു വെക്കണം, സിഡ്നി റൗലറ്റ് ആയിരുന്നു കൊണ്ടുവന്നത്. എന്താണ് നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരണ കൂടാതെ, അല്ലെങ്കിൽ വിത്തൗട്ട് ട്രയൽ എന്ന് പറയും. വിചാരണ നമ്മളൊക്കെ എന്തെങ്കിലും കുറ്റം ചെയ്ത കോടതി കൊണ്ടുപോകും. ഈ ഇതിലെന്തില്ല, ഇവർ തീവ്രവാദം തടയുക അല്ലെങ്കിൽ ടെററിസം തടയണം എന്ന പേരിൽ ഇന്ത്യക്കാരെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോകും. എന്നിട്ട് എന്തായാലും നേരെ അങ്ങോട്ട് ജയിലിലടക്കാം. ഇതല്ലാതെ വിചാരണ ഒന്നും ഇല്ല. ആ റൗലറ്റ് ആക്ടിനെ ഇതാക്കിയിട്ടാണ് എന്ത് വന്നത്, അവിടെ വന്ന ഒരു സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അത് നിങ്ങൾക്കറിയാലോ, അമൃത്സറിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊന്നു. ഏകദേശം 400 ആളുകൾ എന്ത് ചെയ്യപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഏത്, നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം. സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ പറഞ്ഞതൊക്കെ സഹകരിക്കാതിരിക്കുക എന്നുള്ളതാണ് നിസ്സഹകരണ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ? വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയില്ല, ഇംഗ്ലീഷ് സ്കൂളിൽ പോയില്ല, പിന്നെ അതിന്റെ ഭാഗമായിട്ട് കോടതികളിൽ ആര് പോയില്ല, കോടതിയിൽ നമ്മുടെ വക്കീലന്മാരെ എവിടേക്ക് പോയില്ല, ലോയേഴ്സ് ഷാൾ നോട്ട് ബോയ്ക്കോട്ട് കോർട്ട് എന്നാണ് പറയുന്നത്. കോർട്ടുകളൊക്കെ എന്ത് ചെയ്തു, ബോയ്ക്കോട്ട് ചെയ്തു അല്ലെങ്കിൽ ബഹിഷ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ആന്ധ്രാപ്രദേശിലെ ഒരു ട്രൈബ്സ് ഉണ്ടായിരുന്നു, അവർ എവിടേക്ക് കയറിയിട്ട് വനനിയമം, ഒരു ഫോറസ്റ്റ് ലോ ഉണ്ടായിരുന്നു, വനത്തിനുള്ളിൽ ആരും കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അതൊക്കെ ലംഘിച്ചുകൊണ്ട് വനത്തിനുള്ളിലൊക്കെ കയറി ഫോറസ്റ്റ് പ്രൊഡക്റ്റുകളൊക്കെ കളക്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉത്തർപ്രദേശിലെ കുറച്ച് ചുമടെടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരൊന്ന് ചുമടെടുക്കാൻ വിസമ്മതിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു, ഇവർ ചെയ്തുകൊണ്ട് നോൺ കോപ്പറേഷന്റെ ഭാഗമായിട്ട്. പിന്നെ അതുപോലെ തന്നെ വന്നൊരു കാര്യമാണ് സാൾട്ട് സത്യാഗ്രഹം. മക്കൾ ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടെങ്കിലും ചോദിക്കും. സാൾട്ട് സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ 1929 ഒരു കോൺഗ്രസ് നടത്തിയിരുന്ന ഒരു സമ്മേളനം നടത്തിയിരുന്ന ഏതായിരുന്നു, ലാഹോർ സെഷൻ അല്ലെങ്കിൽ ലാഹോർ സമ്മേളനം നടത്തിയിരുന്നു. ലാഹോറിൽ വെച്ചിട്ടായിരുന്നു. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ആ ജവഹർലാൽ നെഹ്റുവിന്റെ കുറെ കാര്യങ്ങൾ പറയുമ്പോഴാണ് സിവിൽ ഡിസൊബീഡിയൻസ് എന്നുള്ള ഒരു പുതിയ സമരമായിട്ട് ആര് വരുന്നത്, ഗാന്ധിജി വരുന്നത്. സിവിൽ ഡിസൊബീഡിയൻസ് അല്ലെങ്കിൽ സിവിൽ നിയമലംഘനം എന്ന് പറഞ്ഞത് അതിൽ വന്ന ഒരു സംഭവമായിരുന്നു ഏത്, സാൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം. അപ്പൊ എന്തുകൊണ്ടാണ് സാൾട്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വെപ്പണായിട്ട് സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാൾട്ട് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെയും എന്താണ് എല്ലാവർക്കും, പാവപ്പെട്ടവർക്ക് പണക്കാരനൊക്കെ ഒരു കഞ്ഞി കുടിക്കണമെങ്കിൽ വരെ ഉപ്പ് വേണ്ടേ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഉപ്പിനെന്തായിരുന്നു, ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടായിരുന്നു, നല്ലതായിട്ട് വില കൂടിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാധാരണക്കാരൊക്കെ ഉപ്പ് എന്താണ്, തീരപ്രദേശങ്ങളിലുള്ളവരൊക്കെ ഉപ്പ് ഉണ്ടാക്കി വിറ്റിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ പറഞ്ഞു ഇനി എന്ത് ചെയ്യാൻ പാടില്ല, സാധാരണക്കാരൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല, ഞങ്ങളുടെ കുറച്ച് സ്ഥലങ്ങളുടെ അവിടെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പശ്ചിമ ബംഗാളിലെ നവകാലി, വേദാരണ്യം, നമ്മുടെ കേരളത്തിലെ പയ്യന്നൂർ, ഇവിടെയൊക്കെ എന്തുണ്ടായിരുന്നു, ഇതിനെതിരായി സമരങ്ങളായിരുന്നു. അങ്ങനെ ഗാന്ധിജി എന്ത് ചെയ്യാണ്, ഇതിനെതിരെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമരം ഏറ്റെടുത്തിട്ട് ഗാന്ധിജി സമർപ്പതി ആശ്രമത്തിൽ നിന്നും ഗാന്ധിജി എവിടേക്ക് പോവാണ്, ഒരു ദണ്ഡിയാത്ര കേട്ടിട്ടില്ലേ, അത് തന്നെയാണ് ഏത്, ഈ സാൾട്ട് സത്യാഗ്രഹം എന്ന് പറയും. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഇത് റയർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എനിക്കൊരു മനസ്സിലേക്ക് ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ എടുത്തിട്ടതാ. മഹാത്മാഗാന്ധിയെ അല്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നുള്ള വ്യക്തിയെ ഇന്ന് കാണുന്ന മഹാത്മാഗാന്ധി ആക്കി മാറ്റിയത് സൗത്ത് ആഫ്രിക്കയാണെന്നാണ് ആര് പറയുന്നത്, ചന്ദ്രൻ ദേവനേശൻ പറയുന്നത്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, ഈ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ ഒരുപക്ഷെ യോജിക്കുന്നുണ്ട്. കാരണം എന്താണ്, അത് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എടാ, ഗാന്ധിജി 1893 എവിടേക്ക് പോവാണ്, തൻ്റെ ഒരു ജോലിയുടെ ആവശ്യം അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എവിടേക്ക് പോവാണ്, ദക്ഷിണാഫ്രിക്കയിലേക്ക് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവാണ്. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജിക്ക് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ട്രെയിനിൽ നിന്നൊരു ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് മുതലാണല്ലോ പെട്ടെന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പിന്നീട് നമ്മുടെ ഗാന്ധിജിയിലേക്ക് ഒരു പരിവർത്തനം ചെയ്യുന്നത് അല്ലേ. എന്താണ്, കറുത്തവന്റെ പേരിൽ അല്ലെങ്കിൽ കറുത്തതിന്റെ പേരിൽ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ക്ലാസ്സിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് പുറത്താക്കപ്പെട്ട ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗാന്ധിജി പിന്നെ ചെയ്തിരുന്നത് എന്തായിരുന്നു, സ്വാഭാവികമായിട്ട് ഗാന്ധിജിയുടെ ഒരു നോൺ വയലൻസ് ആയിരുന്നു. ഗാന്ധിജിയുടെ സമര രീതി എങ്ങനെയായിരുന്നു, ഒരു നോൺ വയലൻസ് ആയിരുന്നു, അക്രമരഹിത എന്ന് വെച്ചാൽ അതന്നെ ജനങ്ങളെ എങ്ങനെ ആകർഷിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ മതങ്ങൾക്കിടയിൽ ഒരു പ്രോംപ്റ്റഡ് ഹാർമണി കൊണ്ടുവന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടുവരുന്നത്, ഒരു മതസൗഹാർദ്ദം കൊണ്ടുവന്ന ആളായിരുന്നു ആര്, ഗാന്ധിജി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സാധാരണക്കാരെ പോലെയുള്ള വസ്ത്രം, ഭക്ഷണം, ഭാഷ, ഇതൊക്കെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധിയിലേക്ക്
അല്ലെ മഹാത്മാഗാന്ധി ആയതെന്നാണ് ചന്ദ്രൻ ദേവനേശൻ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മക്കളെ ഈ ചാപ്റ്ററിലുള്ള ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വിറ്റ് ഇന്ത്യ കൂടി മക്കളെ ഒന്ന് നോക്കി വെക്കണേ. ക്വിറ്റ് ഇന്ത്യയും പല ഭാഗത്തും ഷുവറായിട്ടും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും നോക്കി വെക്കണം. ഓക്കെ അല്ലേ മക്കളെ, സെറ്റ് അല്ലേ? അപ്പോൾ ഹാപ്പി ആയിട്ട് എക്സാം ചെയ്താൽ നല്ല മാർക്ക് വാങ്ങണം. ഓക്കെ, ബൈ ബൈ.